BB James, good morning. Good morning, SK. Yeah, latest update എന്താണ് BB James? SK ഒരു ഇന്റർവെൽ അല്ലെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനും. ഇറാൻ പൊതുവെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണത്തിന് ശക്തി കുറച്ചിട്ടുണ്ടെങ്കിലും ബഹ്റിനിൽ കയറി ആക്രമിച്ചു എന്ന വാർത്ത ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. അവിടെ അമേരിക്കയുമായി ബന്ധപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുവെന്ന് കരുതുന്ന സൈനികർ താമസിക്കുന്നുവെന്ന് കരുതുന്ന മനാമയിലെ ഹോട്ടലിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ഒരുപാട് സ്ഫോടനത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ടതായി മലയാളികൾ തന്നെ ബഹ്റിനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് ചില ഗൾഫ് രാജ്യങ്ങളിൽ കൂടി എനർജി സെൻറ്റേഴ്സ് എണ്ണ റിഫൈനറികൾക്ക് മേലെ ആക്രമണം നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അത് സ്ഥിരീകരണം ഇനിയും വരാനുള്ളത് കൊണ്ട് അതേക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല. എന്തായാലും നമ്മുടെ ഗൾഫ് മലയാളികൾക്കിടയിലൊക്കെ ഈ വാർത്തകൾ ഇങ്ങനെ ഇത് വ്യാപകമായിട്ട് വരുന്നതിൽ കുടുംബാംഗങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. അവർ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഈ ഗൾഫ് മേഖലയെ രൂക്ഷമായിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിലുള്ള അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ മരണസംഖ്യ 1200 കവിഞ്ഞിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെക്കുന്നത് ഇറാൻ്റെ ഈ മിസൈൽ ലോഞ്ചിങ് പാഡുകളും ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളുമാണ്. കാരണം ഇപ്പോഴത്തെ ബ്രാഡ് കൂപ്പർ അമേരിക്കയുടെ യുദ്ധത്തിന് മിഡിൽ ഈസ്റ്റിൽ നേതൃത്വം നൽകുന്ന ആളാണ് ബ്രാഡ് കൂപ്പർ പറയുന്നത് ഇപ്പോൾ ഇറാൻ്റെ ആക്രമണങ്ങൾ 83% കുറഞ്ഞുവെന്നാണ്. കാരണം അവരിൽ വേണ്ടത്ര ബാലിസ്റ്റിക് മിസൈലുകൾ ഇല്ല എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് അസർബൈജാൻ എന്ന രാജ്യത്തെ US ബേസിൽ വരെ അടിച്ചു കഴിഞ്ഞു ഇറാൻ. അതുമാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് 2 ഗൾഫ് രാജ്യങ്ങളിലാണ്, ഖത്തറിലും ബഹ്റിനിലും. ഖത്തറിൽ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇരിക്കുന്നത് അവിടെയാണ്, ദോഹയിൽ അൽ ഉദൈദ് സേനാ താവളം അമേരിക്കയുടെ. അതുകൊണ്ട് ഖത്തറിലേക്ക് ഈ 24 മണിക്കൂറിനുള്ളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ആളപായ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബഹ്റിനിൽ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമാണ്. ഒപ്പം തന്നെ 47 രാജ്യങ്ങൾ ചേർന്നുള്ള കമ്പൈൻഡ് മെറൈൻ ഇതിൻ്റെ ഫോറത്തിൻ്റെ അതിൻ്റെ ആസ്ഥാനമാണ്. അവിടെ അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ആക്രമിക്കുന്നത്. പക്ഷേ US ബേസിൽ നിന്ന് ആളൊഴിഞ്ഞു പോയതുകൊണ്ട് അവർ താമസിക്കുന്നുവെന്ന് കരുതുന്ന ഹോട്ടലുകൾക്ക് നേരെയാണ് ബഹ്റിനിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്ന് മാത്രമല്ല ഇപ്പോൾ ട്രംപ് ഇതിനിടയിൽ പറയുന്നത് ഈ മൊയ്തീബ ഖൊമേനിയെ പിൻഗാമിയായി തെരഞ്ഞെടുത്തു എന്ന വാർത്തകൾ വന്നതിനെ തുടർന്ന് അയാളൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്, പുള്ളിയൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇറാൻ്റെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുമ്പോൾ അമേരിക്കയ്ക്കും വേണം. അവിടുത്തെ പരമോന്നത ഒരു ബോഡിയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ട്രംപ് പറയുന്നത് ഡെൽസി റോഡ്രിഗോനെ വെനുസ്വേലയിൽ തിരഞ്ഞെടുക്കുന്നതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് പങ്കുള്ള ഒരു നേതാവിനെ, അത് അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു നേതാവിനെ തിരഞ്ഞെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. ട്രംപ് അവകാശപ്പെടുന്ന ഇറാൻ ബന്ധപ്പെട്ടു എന്നാണ്. പക്ഷേ ഇറാൻ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ട്രംപിൻ്റെ അവകാശവാദങ്ങളെ ഇറാൻ തള്ളുന്നു. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള വാശിയിൽ തന്നെയാണ് ട്രംപ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്, നേരത്തെ 4 ആഴ്ച എന്നാണ് ട്രംപ് പറഞ്ഞതിനൊരു കാരണമുണ്ടായിരുന്നു. ഒരു പക്ഷേ സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും ജനപ്രതിനിധി സഭയും തള്ളിയാൽ 30 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 1 മാസം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 സഭകളിലും ട്രംപിന് വിജയം കിട്ടിയതുകൊണ്ട്, നേരിയ ഭൂരിപക്ഷത്തിനാണ് വിജയം കിട്ടിയതുകൊണ്ട് യുദ്ധം കൂടുതൽ നീളുമെന്നാണ് പറയുന്നത്. 8 ആഴ്ച എന്ന് ഒരു വാദമുണ്ട്. 100 ദിവസം വരെ നീണ്ടേക്കാമെന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ യുദ്ധം നീണ്ടുപോയാൽ തീർച്ചയായിട്ടും ഗൾഫിൽ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് ഇറാൻ്റെ പ്രഹരശേഷി കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നൊരു മേഖല ലെബനോനാണ്. ലെബനോനിൽ കഴിഞ്ഞ ഈ രാത്രിയിൽ വലിയ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഏതാണ്ട് 50-ലേറെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. കരയുദ്ധം നടക്കുന്നു. ലെബനനിലെ കുറേ ഭാഗങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട്. തിരിച്ച് ഹെസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചു. അത് ചിലയിടത്ത് പതിച്ചതായിട്ടാണ് വിവരം. ഇറാൻ്റെ ആക്രമണം കൂടുതലും കേന്ദ്രീകരിക്കുന്നത് ടെല്ലവീവ്, ഇസ്രായേലിൻ്റെ തലസ്ഥാനത്താണ്. ഒപ്പം തന്നെ ജെറൂസലം, ഹൈഫ തീരദേശ നഗരത്തേക്കുമാണ്. എസ്കേനിൽ സംഭവിച്ചിട്ടുള്ളത് ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തലവേദനയായിട്ട് വന്നിരിക്കുന്നത്. ക്ലസ്റ്റർ ബോംബുകളുടെ പ്രത്യേകത ഈ
ബാലിസ്റ്റിക് മിസൈലിൽ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാർഹെഡിൽ നിന്ന് 20-30 ചീളുകളായിട്ട് അത് ചിതറിത്തെറിച്ച് പല ഭാഗങ്ങളിൽ വീണാണ് ഈ കെട്ടിടങ്ങളൊക്കെ തകരുന്നത്. 7 കിലോമീറ്റർ ഉയരത്തിൽ പോയി അത് പൊട്ടിത്തെറിച്ചാൽ 8 കിലോമീറ്റർ ചുറ്റളവിലാണ് ചിതറിത്തെറിച്ച് വീഴുന്നത്. ക്ലസ്റ്റർ ബോംബ് ഉപയോഗിക്കരുതെന്ന് നിയമം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ യുദ്ധസമയത്ത് വിട്ടുകൊണ്ടുള്ള ഒരു കളിയാണ് കാരണം അവർ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഹൈപ്പർസോണിക് മിസൈലുകൾ അത് പല പ്രതിബന്ധങ്ങളെയും മാറ്റി ഇസ്രായേലിൽ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനും കാര്യമായിട്ടുള്ള ക്ഷീണം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇറാന് നേരെയാണ് ഏറ്റവും വലിയ ആക്രമണം നടക്കുന്നത്. അതിനിടയിൽ SKN ഇറാൻ്റെ കപ്പൽ യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തീരത്ത് അമേരിക്കൻ ടോർപിഡോ വെച്ച് തകർത്തതിനെ ചൊല്ലി വലിയ വിവാദം വീണ്ടും കൊഴുക്കുകയാണ്. അതിൽ ഇന്ത്യയുടെ റോൾ സംബന്ധിച്ചുള്ള ചില വിവാദങ്ങളൊക്കെ വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചിയുമായിട്ട് നീണ്ട സംഭാഷണം നടത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോവുകയും ശ്രീലങ്കൻ തീരത്തായിരുന്നു. ശ്രീലങ്കയാണ് ഇതിലെല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും 87 മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രതിപക്ഷം തന്നെ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യ വേണ്ട പോലെ അതിൽ ഇടപെട്ടില്ല എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. അത് വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളായിട്ട് മാറുന്നുണ്ട്. SK. Okay, thank you, VP James. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.